ഹായ് എവരി വൺ. ഒരു ഗോവ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ട് ഈ പ്ലാനിങ് മാത്രം എപ്പോഴും ഉണ്ടാവും, പക്ഷെ ഒന്നും നടക്കാറില്ല. മിക്കവാറും ലാസ്റ്റ് മിനിറ്റ് എല്ലാവരും പിൻവാങ്ങല പതിവ്. പക്ഷേ ഈ പ്രാവശ്യം ഞങ്ങളങ്ങോട്ട് നടപ്പാക്കിയത് ശരിക്കും പറഞ്ഞ ഒരു കല്യാണം കൂടാൻ പോയതാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഗോവയിലായിരുന്നോ കല്യാണം എന്ന്? ശരിക്കും കല്യാണം കണ്ണൂരായിരുന്നു, ഒരു സുഹൃത്തിൻ്റെ കല്യാണമായിരുന്നു. ഞങ്ങളത് ഗോവ വഴി ഒരു ട്രിപ്പാക്കി മാറ്റി. ഇതിൽ മെയിൻ അജണ്ട എന്ന് പറയുന്നത് ഒരു വാട്ടർഫോൾ കാണാമെന്നുള്ളതായിരുന്നു. മറ്റേ ചെന്നൈ എക്സ്പ്രസ് മൂവിയിൽ ഒരു ട്രെയിൻ നിർത്തുന്ന ഒരു സീനുണ്ട് ഒരു വാട്ടർഫോളിന് മുന്നിൽ. അപ്പോൾ അത് കാണാൻ, അത് അവിടെ പോകാമെന്നുള്ളതായിരുന്നു മെയിൻ ഉദ്ദേശം. ടിക്കറ്റ് നോക്കിയപ്പോൾ അവൈലബിൾ ആണ്, പിന്നെ വേറെ ഒന്നും നോക്കിയില്ല, നേരെ ബുക്ക് ചെയ്തു. സ്ട്രെയിറ്റ് ടു മഡ്ഗാവ്. ഞങ്ങളൊരു 11:30 ആയപ്പോൾ മഡ്ഗാവ് സ്റ്റേഷനിലെത്തി മോർണിംഗ്. പിന്നെ അവിടെ നിന്നൊരു സ്കൂട്ടർ റെൻറ്റിനെടുത്തു, നേരെ ദൂദ്സാഗർ. ഓൺ ദ വേ ചെറിയൊരു റെസ്റ്റോറൻറ്റ് കണ്ടു, കൊള്ളായിരുന്നു. അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, ബ്രേക്ക്ഫാസ്റ്റിലൊരു ബ്രഞ്ച് കഴിച്ചു. പിന്നെ നേരെ സ്ട്രെയിറ്റ് ടു ദൂദ്സാഗർ. ആക്ച്വലി ഞങ്ങൾ പോയതൊരു മൺസൂൺ ടൈമിലായിരുന്നു. സോ ഓൺ ദ ഗോ കംപ്ലീറ്റ് എന്താ പറയുക, മഴ കിട്ടി ഞങ്ങൾക്ക്. സോ ഞങ്ങൾ ഏകദേശം ഒരു 2-3 ആയപ്പോഴേക്കും ദൂദ്സാഗർ വാട്ടർഫോളിൻ്റെ അടുത്തെത്തി. സോ അവിടുന്ന് ഈ ദൂദ്സാഗർ ഉള്ളത് സൗത്ത് ഗോവയിലാണ്. മഡ്ഗാവിന്ന് ഏകദേശം ഒരു 2 hours ട്രാവൽ ഉണ്ട്. പിന്നെ മഴയും കൂടി ആയതുകൊണ്ട് കുറച്ച് പതുക്കെയായിരുന്നു ഞങ്ങൾ പോയത്. പക്ഷെ ഏകദേശം കേരളം പോലെയുണ്ട് കേട്ടോ സ്ഥലം. സൗത്ത് ഗോവ ഓൾമോസ്റ്റ് അവരുടെ ചുറ്റുപാടുകളും, ഐ മീൻ ഈ വീടുകളും എല്ലാം നോക്കുമ്പോൾ ഏകദേശം കേരളം പോലെ തന്നെ എനിക്ക് തോന്നിയത്. ഞങ്ങളവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആണ് അറിയാൻ കഴിയുന്നത്, അന്ന് ഹെവി റെയിൻഫോൾ എന്തോ ആയിരുന്നു. സോ അവിടെ റെഡ് അലേർട്ടോ സം റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. സോ നോർമലി വാട്ടർഫോളിൻ്റെ അങ്ങോട്ടേക്ക് ഒരു ജീപ്പ് സഫാരിയാണ് ഉണ്ടാറ്. ഒരു ജീപ്പിലവിടെ നമ്മളെ ഡ്രോപ്പ് ചെയ്യും, പിന്നെ അവിടുന്ന് ചെറിയൊരു ട്രെക്കിങ്. പക്ഷേ മഴ കാരണം അവരെല്ലാം ക്യാൻസൽ ചെയ്തായിരുന്നു. അങ്ങോട്ടേക്ക് പോകാൻ വേറെ വഴിയൊന്നും ഉണ്ടായില്ല. ഞങ്ങളാകെ എന്ത് ചെയ്യണമെന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ലോക്കൽ ഗൈഡ് അപ്രോച്ച് ചെയ്തത് ഞങ്ങൾ. സോ അവരൊരു കമ്പനി ട്രെക്കിംഗ് പോകുന്നുണ്ട്. സോ 10 to 14 ആൾക്കാരുണ്ടെങ്കിൽ അവർ പോകാൻ വേണ്ടിയിട്ടുള്ളൊരു പ്ലാൻ നിൽക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങളും അവരോടൊപ്പം ജോയിൻ ചെയ്തു. ഇവിടെ നിന്ന് നടന്ന് ഞാൻ കേട്ട ആക്ച്വലി ഒരു 6 kilometer ലെറ്റ്സ് ഡു ദ ട്രെക്കിംഗ്. കുഴപ്പമില്ല. ഞങ്ങളങ്ങനെ അധികം നല്ല എനർജി ആയിരുന്നു, നടന്ന് തുടങ്ങി. പിന്നെ ഓൺ ദ ഗോയിലാണ് ശരിക്കും മനസ്സിലായത് അവർ ഉദ്ദേശിച്ചത് 6 അല്ല, ഓൾമോസ്റ്റ് ടോട്ടൽ 24 kilometers ഉണ്ട് അപ്പ് ആൻഡ് ഡൗൺ. സൂപ്പർ. ഏകദേശം ഞങ്ങളൊരു 8 kilometers നടന്നു കഴിഞ്ഞായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ശരിക്കും മനസ്സിലായത്. ബട്ട് ഇറ്റ് വാസ് എ വണ്ടർഫുൾ എക്സ്പീരിയൻസ്, എ ലൈഫ് ടൈം എക്സ്പീരിയൻസ് ഐ വുഡ് സേ. ആ പോയ വഴിയൊക്കെ എന്താ പറയുക, ശരിക്കും ഒരു ടോട്ടലി സ്ട്രേഞ്ച് ആയിട്ടുള്ളൊരു സ്ഥലം, സ്ട്രേഞ്ച് ആയിട്ടുള്ള ആൾക്കാർ. ഞങ്ങൾ എന്ത് വിശ്വസിച്ചാണ് ഗൈഡിനൊപ്പം പോയെന്ന് പോലും അറിയില്ല. പോയ വഴി മുഴുവനും ഓഫ് റോഡായിരുന്നു. ഒരു കാട്ടിലൂടെ കയറി ഇടയ്ക്ക് ഒരു റെയിൽവേ ട്രാക്ക് എത്തും, ഇടയ്ക്കൊരു ഗുഡ്സ് ട്രെയിനൊക്കെ പോകുന്നുണ്ടായിരുന്നു അതുവഴി. അപ്പോൾ ഗൈഡ് പറഞ്ഞ് തിരിച്ച് പോസിബിൾ നമുക്ക് ഗുഡ്സ് ട്രെയിൻ കിട്ടുവാണെങ്കിൽ അതിൽ കയറി പോരാം തിരിച്ചെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ഇത് നടന്നില്ല, തിരിച്ച് നടന്നു തന്നെ വരേണ്ടി വന്നു. അപ്പോൾ കുറേ നടന്നു കഴിഞ്ഞപ്പോഴാണ് പറയുന്നത്, ഈ വഴി ചിലപ്പോൾ പുലിയൊക്കെ ഇറങ്ങുന്ന വഴിയായിരിക്കും, നോക്കിയിട്ടൊക്കെ പോകും, കുഴപ്പമൊന്നുമില്ല, എന്നാലും ഒന്ന് ശ്രദ്ധിച്ചോളാം. ഇത് പറഞ്ഞ ശരിയായിരിക്കാം. അവിടെ ഇടയ്ക്ക് ബോർഡൊക്കെ ഉണ്ടായിരുന്നു, ഇങ്ങനെ വൈൽഡ് ആനിമൽ ക്രോസിങ് ഏരിയ, വാച്ചിങ് പ്രോഹിബിറ്റ്. ആൾക്കാർ വേട്ടയാടുന്നുണ്ടെന്ന് തോന്നുന്നു. കുറേ പ്രൊവിഷൻ ബോട്ട്സും അതിൻ്റെ ഗാർഡ്സൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ആക്ച്വലി പോയതൊരു ജൂൺ-ജൂലൈ ടൈമിലാണ്. സോ മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെവി മഴയായിരുന്നു അവിടെ പോണ വഴിക്കെല്ലാം. അപ്പോൾ ഞങ്ങൾ റെയിൻകോട്ട് എടുത്തിട്ടുണ്ടായിരുന്നു, സ്റ്റിൽ അതുകൊണ്ടൊരു കാര്യമില്ല, ഫുൾ നനഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ വീഡിയോസിലൊക്കെ നിങ്ങൾക്ക് ശരിക്കും കാണാം. ഫുള്ള് ഈ ക്രോസ് ചെയ്യുന്ന ഏരിയാസിലെല്ലാം റിവർ ക്രോസിങ് ഏരിയാസ് ഉണ്ട്, ചെറിയ സ്ട്രീംസ് ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നത്. അപ്പോൾ അങ്ങനെ അവിടെയൊക്കെ ഫുൾ, അതായത് മഴ ആയതുകൊണ്ട് മിക്ക സ്ഥലങ്ങളിലും ഇതുപോലെ വെള്ളം പാസ് ചെയ്ത് പോകുമായിരുന്നു.
അങ്ങനെ ബോഗിയെല്ലാം എണ്ണിക്കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. ആക്ച്വലി ട്രെയിൻ പോയാലേ ഞങ്ങൾക്ക് പോകാൻ പറ്റുള്ളൂ. ഒറ്റ ട്രാക്കേ ഉള്ളൂ, വേറെ വഴിയൊന്നുമില്ല. അതാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്തത്. പിന്നെ ശരിക്കും വീണ്ടും കുറച്ച് നടന്നതിന് ശേഷം ഉൾവഴികളിലൂടെ കാടിൻ്റെ വഴികളിലേക്ക് ഇറങ്ങി. അത് ആക്ച്വലി നേരെ ചെന്ന് ഇവരുടെ ജീപ്പ് പോകുന്ന റൂട്ടിലേക്ക് ക്രോസ് ചെയ്ത് കയറും. പിന്നെ ഞങ്ങൾ ആ വഴിയിൽ നിന്ന് വീണ്ടും ഡൈവേർട്ട് ചെയ്ത് നടക്കുന്ന വഴികളിലേക്ക് കയറും. കാരണം റോഡ് മുഴുവനും ഇതുപോലെ മഴയത്ത് മരങ്ങളൊക്കെ വീണ് ബ്ലോക്കായി കിടക്കുകയാണ്. അപ്പോൾ ജീപ്പ് വരുന്ന വഴി ശരിക്കും പോരാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ വീണ്ടും ചെറിയ ചെറിയ വഴികളിലൂടെ ഇറങ്ങി, ഇടവഴികളിലൂടെ ഇറങ്ങി വീണ്ടും കട്ട് ചെയ്ത് വരും. അങ്ങനെയായിരുന്നു ഫുൾ യാത്ര. ചില വഴികളൊക്കെ ചെറിയ ഒരു നടക്കുന്ന ഒരു നടപ്പാത മാത്രമേ ഉള്ളൂ. അത് ട്രെയിൽസ് നോക്കി നടക്കണം. ഞങ്ങൾ ഏകദേശം മുകളിലെത്തി നടന്ന്. അവിടെ നിന്ന് ഇനി ദൂദ്സാഗർ വാട്ടർഫോളിൻ്റെ സൈഡിലേക്ക് ഡയറക്ഷനിലേക്ക് ഇപ്പോൾ നടന്നു തുടങ്ങി ഞങ്ങൾ. ഇതുപോലെ ചെറിയ സ്ട്രീംസുകളാണ്, നല്ല രസമുണ്ട്. തണുത്ത ക്ലിയർ വാട്ടർ. കുറേ സ്ട്രീംസ് ഇതുപോലെ കാണാം. ചിലത് നമ്മൾ വിചാരിക്കും ചെറുതാണ്, പക്ഷേ ചിലതൊക്കെ നല്ല ഡീപ്പാണ്. നമ്മൾ സൂക്ഷിച്ച് വേണം ക്രോസ് ചെയ്യാൻ. പിന്നെ ഫോഴ്സ് ഉണ്ട് വാട്ടറിൻ്റെ. ഇടയ്ക്ക് ഇതുപോലത്തെ സൈൻ ബോർഡ്സ് കാണാം. വൈൽഡ് ആനിമൽസ് ക്രോസിംഗ് സോൺ, പിന്നെ പോച്ചേഴ്സ്, വാച്ചിങ് നോട്ട് അലൗഡ്. ഇടയ്ക്ക് നോക്കും അവിടുന്ന് എന്തെങ്കിലും ചാടി വരുന്നുണ്ടോ. അത് കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഇടയ്ക്ക് മഴയുടെ ഇത് കാരണം കുറേ സ്ഥലങ്ങളിൽ ഇതുപോലെ മരങ്ങളൊക്കെ വീണ് റോഡ് ബ്ലോക്ക് ആയിട്ടുള്ള ഏരിയാസ് ഉണ്ടായിരുന്നു. പക്ഷെ നല്ല രസമാണ്. ചെറിയ പേടിയും ചെറിയ ക്യൂരിയോസിറ്റിയും അങ്ങനെ ഒരു അഡ്വഞ്ചറസ് ട്രിപ്പായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കുറച്ച് നടന്ന് ആദ്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നടന്ന് കാറൊക്കെ വരച്ച് വേന തുടങ്ങി പതുക്കെ. പക്ഷേ കുറച്ച് നടന്നു കഴിഞ്ഞപ്പോഴേക്കും ഓക്കെ ആയതാണോ അതോ അതുമായിട്ട് അങ്ങ് അഡ്ജസ്റ്റായി പോയതാണോ എന്നറിയില്ല. ബട്ട് വേറെ കുഴപ്പമുണ്ടായില്ല. പക്ഷെ പിന്നെ കുറച്ച് നടന്ന് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്ക് ഒരു സ്ഥലത്ത് ഹോൾട്ട് ചെയ്ത് അവിടെ ഒരു ചെറിയ നേരം കുറച്ച് ലേറ്റായിരുന്നു. ഇപ്പം ഞങ്ങൾ അവിടെ ഹോൾട്ട് ചെയ്തില്ല, കണ്ടിന്യൂ ചെയ്തു. അല്ലെങ്കിൽ വീണ്ടും ഇരുട്ടാവും ഞങ്ങൾ തിരിച്ചിറങ്ങുമ്പോൾ. അപ്പോൾ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ഞങ്ങൾ നേരെ കണ്ടിന്യൂ ചെയ്തു. ചില സ്ഥലങ്ങളിലെല്ലാം മരം വീണിട്ട് ബ്ലോക്കായിട്ടുണ്ടായിരുന്നു. ഞങ്ങളതൊക്കെ ചെറിയ ചുറ്റിയൊക്കെ പോയി. ഏകദേശം എത്താറായി. ഞങ്ങൾ അവിടെ എത്തിയപ്പോഴേക്കും ചെറുതായിട്ട് വാട്ടർഫോളിൻ്റെ ഓരോ സൈഡ്സൊക്കെ വിസിബിളായി തുടങ്ങി. ഒന്നൊരിക്കലും ചെറിയ ബ്രിഡ്ജുകൾ ക്രോസ് ചെയ്യേണ്ടി വന്നുണ്ടോ. കുറച്ച് എന്താ പറയുക, ചെറിയ പേടിപ്പിക്കുന്ന ടൈപ്പ് ഓഫ് ക്രോസിംഗ് ആയിരുന്നു. സോ വെള്ളം വരുന്നത് കണ്ടാലും നമുക്ക് കുറച്ച് പേടിയാവും. പിന്നെ ഉള്ളതെല്ലാം റോഡെന്ന് പറയാൻ പറ്റില്ല, വെള്ളത്തിൽ കൂടി ക്രോസ് ചെയ്ത് പോവുമായിരുന്നു. ഇതുപോലെ ചില സ്ഥലങ്ങളിൽ ഇത്രയും പോലും ഒരു വീതി ഉണ്ടായിരുന്നില്ല റോഡല്ല, ചെറിയ ചാലുകളിലൂടെ ചവിട്ടി പോവാണ് ആൾക്കാർ നടന്ന ഒരു ട്രെയിൽ നോക്കിയിട്ട്. കുറച്ചും കൂടി കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് റിസ്കി ആയിരുന്നു. ഇവിടെ നിന്നൊക്കെ ഞങ്ങൾ വഴി തെറ്റുമോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ പോയപ്പോഴാണ് മുന്നേ പോയൊരു ടീം തിരിച്ചു വരുന്നുണ്ട്. ഇനിയും ഇവിടുന്ന് 1 മണിക്കൂറുണ്ട് വാട്ടർഫോളിലേക്ക് എന്നാണ് അവർ പറഞ്ഞത്. ആക്ച്വലി ഞങ്ങൾ 2:30ക്കാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ 5 മണിയായി സമയം. ഇനി 1 അവർ ട്രാവൽ ചെയ്തിട്ട് പിന്നെ തിരിച്ച് ഈ കയറിയതെല്ലാം ഇറങ്ങുകയും ചെയ്യണം. പറ്റിപ്പോയി. ഞങ്ങളിപ്പോൾ പെട്ടെന്ന് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പാലം ശരിക്കും ആടുന്നുണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് പേടിച്ചിട്ടാണ് ക്രോസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും കൂടി ക്രോസ് നടന്ന് അപ്പുറത്തേക്ക് കടന്നു. ആക്ച്വലി ഞാൻ വീണ് കഴിഞ്ഞാൽ നേരെ മലയുടെ താഴെ നോക്കിയാൽ മതി, അത്രയും ഫോഴ്സിലാണ് വെള്ളം വരുന്നത്. അപ്പോൾ ഞങ്ങളപ്പോഴും എത്തി. ഇതിൻ്റെ ഒരു കോമഡി എന്താണെന്ന് വെച്ചാൽ ഞങ്ങളിവിടെ എത്തിക്കഴിഞ്ഞിട്ട് എല്ലാവരും പോയി. ഞാനിപ്പോൾ ലാസ്റ്റ് ഒരാൾ കൂടി വരാനുണ്ട്, വെയിറ്റ് ചെയ്ത് ജസ്റ്റ് തിരിഞ്ഞപ്പോഴാണ് സൈൻ ബോർഡ് കണ്ടത്. അപ്പോഴാണ് അതിൽ എഴുതിയേക്കണ മനസ്സിലായത്, പോർഷൻ 2% ഓൺലി. ഞങ്ങൾ സൈൻ ബോർഡ് പിന്നീട് കണ്ടത്. ആക്ച്വലി ഇത് കഴിഞ്ഞിട്ടുള്ള വഴിയെല്ലാം വഴിയുണ്ടെന്നേ പറയാൻ പറ്റില്ല. ഓഫ് റോഡ് നമ്മൾ വഴി കണ്ടുപിടിച്ച് പോകുന്ന പോലെ ശരിക്കും ടഫായിട്ടുള്ള റൂട്ടായിരുന്നു. കുറച്ച്
എന്താ പറയുക, ഹൈറ്റിലായതുകൊണ്ടുള്ള ഒരു കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കയറാൻ. പിന്നെ വെള്ളം പോകുന്ന വഴിയായിരുന്നു. അങ്ങനെ ഫൈനലി ഞങ്ങൾ വാട്ടർഫാളിൻ്റെ ഓരോ സൈഡ്സ് കണ്ടു തുടങ്ങി. ശരിക്കും ശരിക്കും വിസിബിളായി ഇത്. ശരിക്കും ഞങ്ങൾ വിചാരിച്ചു ഇതിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ ആ വാട്ടർഫോൾ എവിടെയെന്നുള്ളത്, പക്ഷെ ഇതിൻ്റെ അതർ സൈഡാണ് ശരിക്കും വാട്ടർഫോൾ. കുറച്ചും കൂടി പോകുമ്പോഴാണ് കൂടുതൽ വിസിബിൾ ആവുന്നത്. കുറച്ച് നടന്നു കഴിഞ്ഞപ്പോഴേക്കും കുറേയൊക്കെ റോഡൊക്കെ ഒലിച്ചു പോയിട്ടുണ്ടായിരുന്നു മഴയത്ത്. റോഡില്ല ആക്ച്വലി. പറഞ്ഞ പോലെ കണ്ടോ, വെള്ളം ഒഴുകി നേരെ താഴേക്ക് പോകുന്നത്. ഈ ചാലുകളിലൂടെ വേണം നമ്മൾ നടന്നു വരാനായിട്ട്. വളരെ സൂക്ഷിച്ച് വേണം ഇതിൽ കൂടി നടക്കാൻ. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ നോക്കി കഴിഞ്ഞാൽ ഗ്രിപ്പൊന്നുമില്ല, പിന്നെ കല്ലുകളാണ് കംപ്ലീറ്റ്. ഒന്ന് തെന്നിക്കഴിഞ്ഞാൽ നേരെ ഉരുണ്ട് താഴേക്ക് പോകും. ഒന്ന് കയറി വരാൻ പോലും പറ്റുമോ എന്നറിയില്ല. പിന്നെ ഉള്ളതിൽ ഇതുപോലെയാണ്, കുറച്ച് ടൈറ്റായിട്ടുള്ള വഴികളായിരുന്നു. ഓൾമോസ്റ്റ് ഇതുപോലുള്ള വഴികളായിരുന്നു കൂടുതലും അങ്ങോട്ടേക്ക്. ഇനി ഓൾമോസ്റ്റ് നമ്മളിപ്പോൾ വാട്ടർഫോളിൻ്റെ താഴെ എത്തി. ഇപ്പം തന്നെ ഏകദേശം ലേറ്റായി നമ്മൾ. അപ്പോൾ ഇനിയും ഇവിടുന്ന് മുകളിലേക്ക് കയറിയാലാണ് നമ്മൾ ശരിക്കും ആ ട്രെയിൻ നിർത്തുന്ന സ്ഥലത്തൊക്കെ എത്താൻ പറ്റുള്ളൂ. പക്ഷെ അത് അവിടെ കയറിയാലും ചിലപ്പോൾ ഇപ്പോൾ ക്ലോസ്ഡ് ആയതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല. അപ്പോൾ കയറി കഴിഞ്ഞാലും പിന്നെ ഈ വഴിക്കൊക്കെ തിരിച്ചിറങ്ങണം. അപ്പോൾ ഇത്രയും ലേറ്റായിട്ട് അതുവഴി ഇറങ്ങുന്നതും കുറച്ച് റിസ്ക് ആയതുകൊണ്ട് ഞങ്ങൾ മുകളിലേക്ക് പോയില്ല. ഞങ്ങൾ വാട്ടർഫോളിൻ്റെ താഴെ സൈഡിലേക്ക് പോകാമെന്ന് വെച്ച് പ്ലാൻ ചെയ്തു. ഇവിടുന്ന് അങ്ങോട്ട് നല്ല മഴയായിരുന്നു. പിന്നെ ഭയങ്കര ഇടയ്ക്ക് ഇങ്ങനെ മരം വീണ് കിടക്കുന്നു, കല്ലിൽ പിടിച്ച് കയറുക, ഇടയ്ക്ക് ചെറിയതായിട്ട് സ്ലിപ്പാവുക. അതുകൊണ്ട് ഞാൻ ഇത് കഴിഞ്ഞിട്ടുള്ള ഷൂട്ട് ചെയ്തതെല്ലാം എൻ്റെ സെക്കൻഡറി ഫോണിലായിരുന്നു. സോ അതൊരു ക്ലാരിറ്റി കുറവുണ്ടത്. കാരണം ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ആക്ച്വലി ഇങ്ങനെ നടന്ന്. നമ്മളിപ്പോൾ ഒരു ഹൈറ്റിലാണ് ആക്ച്വലി നിൽക്കുന്നത്. അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കയറാൻ. അതുകൊണ്ട് സെക്കൻഡ് ഫോൺ വെച്ചിട്ടായിരുന്നു എല്ലാം ഷൂട്ട് ചെയ്തത്. ഇടയ്ക്ക് താഴെ വീഴും, പിന്നെ കയറി വരും. രസമാണ്. രസമെന്നല്ല, കുറച്ച് റിസ്ക്കുമാണ്. കാരണം അതിപ്പോൾ നിങ്ങൾ കാണാം, ഈ പാറയിലൊക്കെ പിടിച്ച് കയറാനായിട്ട്. വേറെ ഇവിടെ ഇനി വഴിയൊന്നുമില്ല, നേരെ ഇതുവഴി ഇങ്ങനെ ചാടി കയറാമെന്നേ ഉള്ളൂ. പക്ഷെ ഇത്രയും കയറിയിട്ട് നമ്മൾ ആ വാട്ടർഫോളിൻ്റെ താഴെ എത്തുന്നത് കാണുന്നുണ്ടല്ലോ, നല്ലൊരു സൂപ്പർ സീനാട്ടോ. ഓൾമോസ്റ്റ് റീച്ച് ചെയ്തു. അത് നമ്മൾ താഴെ നിൽക്കുമ്പോൾ ശരിക്കും നേരിട്ട് കാണുമ്പോൾ അതിൻ്റെ ഒരു മാസീവ്നെസ് ഫീൽ ചെയ്യും. ഇതാണ് ആ വ്യൂ, ആ ഒരു റെയിൽവേ ബ്രിഡ്ജ്. നമ്മൾ അപ്പർ സൈഡിൽ നോക്കുമ്പോൾ ആക്ച്വലി ആദ്യം കണ്ടത് ഇതിൻ്റെ അതർ സൈഡാണ്. ശരിക്കും നമ്മൾ ചുറ്റി വന്നു, ആക്ച്വലി ഒരു മല മുഴുവനും ചുറ്റി വന്നു. ഇതിൻ്റെ അപ്പർ സൈഡാണ് ശരിക്കും കാണുന്നത്. വ്യൂ അടിപൊളിയാണ്. നമ്മൾ ആ താഴെ നിൽക്കുമ്പോൾ ഇത് അടിച്ച് വരുമ്പോൾ കാണുമ്പോൾ ഒരു രൗദ്രഭാവം എന്നൊക്കെ പറയില്ലേ, അതേ ഫീലിംഗ് ആണ്. കുറച്ച് നേരം ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തു. പിന്നെ ഞങ്ങൾ തിരിച്ചിറങ്ങി, കാരണം ഇരുട്ടായി തുടങ്ങിയായിരുന്നു. തിരിച്ച് അതേ വഴി തന്നെ വരണമല്ലോ ഞങ്ങൾക്ക്. അത് ഒരു സീനായിരുന്നു. കാടിന് നടുക്കിൽ കൂടി, റെയിൽവേ ട്രാക്കിൽ കൂടി, രണ്ട് സൈഡും ഒന്നും കാണാൻ പറ്റാത്ത ഇരുട്ട്. കുറച്ചും കൂടി കഴിഞ്ഞപ്പോൾ ഫുൾ ഡാർക്ക്. രാവിലെ തന്നെ ഞങ്ങൾ അടുത്ത ലൊക്കേഷനിലേക്ക് ഇറങ്ങി. ഇത് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ അടുത്തുള്ള കടയിലൊന്ന് കയറിയായിരുന്നു. എല്ലാ കടയിലും ഇത് തന്നെയാണ് അവസ്ഥ. അടുത്ത് ഞങ്ങൾ പോയതൊരു ഒരു ഏൻഷ്യൻ ടെമ്പിളിലേക്കാണ്. ഒരു തംപ്രി സുർല എന്ന് പറഞ്ഞിട്ടൊരു ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് പ്രിസർവ് ചെയ്യുന്നൊരു ടെമ്പിളാണ്. അതിനെക്കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ നേരെ അങ്ങോട്ടേക്ക് പോയി. പോകുന്ന വഴിയെല്ലാം അടിപൊളിയാട്ടോ, ഒന്നും പറയണ്ട. അത് ഇതുപോലെ കുറേ സ്ഥലങ്ങൾ കാണാം. ഇത് കണ്ടപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നത് നമ്മുടെ നരനിൽ മോഹൻലാൽ ചാടിയ ഒരു തടിയൊക്കെ എടുക്കാൻ ചാടുന്നൊരു സ്ഥലമില്ലേ, അതുപോലത്തെ ഒരു നദിയായിട്ട് തോന്നിയത്.
പിന്നെ പോകുന്ന വഴിയെല്ലാം കുറേ എന്താ പറയുക, ഗ്രീനറി എന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് പച്ചപ്പാണ് കേട്ടോ. നല്ല ഒരു അടിപൊളി കണ്ടാൽ നമുക്കത് അവിടെ ഇങ്ങനെ ഇരുന്ന് പോകും. ഈ പ്ലേസ് അതിലും അടിപൊളിയാണ്. നമ്മളൊരു മിനി സ്വിറ്റ്സർലാൻഡ് എന്നൊക്കെ പറയില്ലേ, ഒരു അതേപോലെ ഒരു ഫീൽഡ്. കുറച്ച് നേരം അവിടെ ഇരുന്ന് ഞങ്ങൾ, കുറച്ച് നേരം ആ ഒരു ഒരു സീനിക് വ്യൂ നോക്കി തന്നെ അവിടെ തന്നെ കുറേ നേരം ഞങ്ങൾ ഇരുന്നു. ബ്യൂട്ടിഫുൾ. ഇവിടെ നല്ല രസമാണ്. ഒരു നദി ക്രോസ് ചെയ്തിട്ടാണ് അമ്പലത്തിലേക്ക് കയറുന്നത്. അപ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അവിടുത്തെ പ്രത്യേകതകൾ. എത്ര വർഷം മുന്നേ ഉള്ളതാണ്. ഒരു മഹാദേവ ടെമ്പിളാണ് തൃശ്ശൂരിലുള്ള. അതിൻ്റെ പ്രത്യേകതകളൊക്കെ എഴുതിയിട്ടുണ്ട്. ഇങ്ങനെ ചില ഏരിയാസ് ഉണ്ട് കേട്ടോ, അത് ഒറ്റ സ്റ്റോണിൽ കാവ് ചെയ്തെടുത്തിരിക്കുന്നതാണ്. അത് നമ്മുടെ അന്നത്തെ ഒരു ടെക്നോളജി, അത് എങ്ങനെ അവർ ചെയ്തു എന്ന് ആലോചിക്കുമ്പോൾ ഇപ്പോഴും അത്ഭുതമാണ് കേട്ടോ. അതാണ് ഓവറോൾ അതിൻ്റെ ഒരു പിക്ചർ. അത് നിൽക്കുമെന്ന് അറിയാൻ കുറച്ച് നേരം ഞങ്ങൾ നോക്കി, പക്ഷേ മഴ ശക്തമായി തന്നെ തുടരുകയായിരുന്നു. പിന്നെ ഞങ്ങൾ പതുക്കെ അവിടുന്ന് സൗത്ത് ഗോവയിൽ ഇറങ്ങി നേരെ മഡ്ഗോവിലേക്ക് പോയി അവിടെ കുറച്ച് എക്സ്പ്ലോർ ചെയ്യാൻ വിചാരിച്ചു. പക്ഷേ കുറച്ച് ലേറ്റായിരുന്നു ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങിയപ്പോൾ തന്നെ. പോകുന്ന വഴി ഞങ്ങൾ അവിടെയുള്ളൊരു ബൊട്ടാണിക്കൽ ഗാർഡനിലേക്ക് കയറി. സത്പാൽ എന്ന് പറഞ്ഞിട്ട് ഗോവ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്. കുറേ വെറൈറ്റീസ് ഓഫ് പ്ലാന്റ്സും ട്രീസും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. രസമാണ് കാണാനായിട്ട്. ജസ്റ്റ് പോകുന്ന വഴി ഒന്ന് കയറുന്നത് നല്ല രസം കാണാമെന്ന്. ജസ്റ്റ് ഇതുപോലുള്ള ഇഷ്ടമുള്ളവർക്ക് ഓർക്കിഡ്സ്, പല വെറൈറ്റീസ് ഓഫ് ഫ്ലവേഴ്സ്, ഒരു പല സ്പീഷീസ് ഗോവയിൽ, അതിനെക്കുറിച്ചുള്ള കുറച്ച് റൈറ്റിങ്സും കാണാം, പോസ്റ്റേഴ്സും കാണാം. തിരിച്ച് മഡ്ഗോവിൽ എത്തിയപ്പോഴേക്കൊരു 5:30 ആയി. ഞങ്ങളുടെ ട്രെയിൻ 9 o'clock-നാണ്. പക്ഷേ ഇവിടെ വന്നിട്ട്, ഗോവയിൽ വന്നിട്ട് ബീച്ച് കണ്ടില്ലെങ്കിൽ എങ്ങനെയാണ്? അത് കാരണം ഞങ്ങൾ അടുത്തുള്ളൊരു ബീച്ചിൽ പോകാൻ പ്ലാൻ ചെയ്തു, കോൾവ ബീച്ച്. ഏകദേശം നല്ല മഴയായിരുന്നു കേട്ടോ. അവിടെ ഫുൾ മഴ നനഞ്ഞ് ഞങ്ങൾ ബീച്ചിലെത്തി. കുറച്ച് നേരം ബീച്ചൊക്കെ കണ്ടു. ബീച്ച് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് നോക്കിയപ്പോൾ അടുത്തൊരു ചെറിയൊരു കടയുണ്ടായിരുന്നു. ഒരു ചെറിയൊരു ഇതുപോലുള്ള ഗിഫ്റ്റ് ഐറ്റംസ്, ഇപ്പോൾ സുവനീഴ്സൊക്കെ വെക്കുന്ന ഒരു കട. ജസ്റ്റ് ഒന്ന് അവിടെ ഒന്ന് കയറി. ഒന്നും മേടിക്കേണ്ടെന്നായിരുന്നു ആദ്യം പ്ലാൻ, പക്ഷെ കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്കിതുപോലുള്ള ഫാൻസി ഐറ്റംസിനോട് ഭയങ്കര ഇഷ്ടമാണ്. ഒന്നും വേണ്ടാന്ന് വിചാരിച്ചിട്ടും അവസാനം കുറേ സാധനങ്ങൾ അവിടെ നിന്ന് മേടിച്ചിട്ട് ഇറങ്ങിയത്. പക്ഷേ കുറേ ആൻറ്റിക് സാധനങ്ങളുണ്ട് കേട്ടോ, ഗോവ സ്പെസിഫിക് ആൻറ്റിക് സാധനങ്ങൾ. രസമാണ് കാണാനായിട്ട്. പിന്നെ കുറച്ച് ഇതുപോലുള്ള ഫാൻസി ഐറ്റംസ്. പിന്നെ ഞങ്ങൾ നേരെ തിരിച്ച് മഡ്ഗോവിലേക്ക് പോയി. അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു, നേരെ സ്റ്റേഷനിലേക്ക് പോയി. ഓൾമോസ്റ്റ് ട്രെയിൻ വരാനുള്ള സമയമായി. അങ്ങനെ ഫൈനലി ഞങ്ങൾ ഗോവയോട് യാത്ര പറഞ്ഞിറങ്ങി. താങ്ക് യു ഫോർ വാച്ചിങ്.